ദൈവിക ശുദ്ധി ഉള്ളവനാണെങ്കിൽ ഈ ചെയ്യുന്ന കൃഷി ദൈവത്തെ കാണുന്നുണ്ട്. തോമേ, ഇത് എന്നെ ഏൽപ്പിച്ചേക്കുന്നു. ഞാൻ ഇവിടുത്തെ മാനേജരാണ്. ഇതെല്ലാം ദൈവത്തിന്റെ. ദൈവം പൂർണ്ണ മനസ്സോടെ കരുഞ്ഞെങ്കിൽ മാത്രമേ ഈ ഫലങ്ങളുണ്ടാവുള്ളൂ. മനുഷ്യന് വേല ചെയ്യാവുന്നുള്ളൂ. അതെ. മാനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങളൊക്കെ നശിച്ചു പോകും. എന്റെ ഉള്ളിൽ നിന്ന് ഒരു അപ്പൊ ആ ഒരു വാക്കാണ്, സാറിന്റെ ഒറ്റ വാക്കാണ്. അത് എന്താ ഇവിടെ നടക്കാന്നുള്ള ഒരു വിമർശനാത്മക ബുദ്ധിയോടെ പോയേ. നമ്മൾ എത്തിയിരിക്കുന്നത് പെരുമ്പാവൂരിനടുത്ത് കീഴല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹം ഒരു പ്രമുഖ വ്യവസായിയായിരുന്നു. പിന്നെ ദൈവത്തിൽ അധിഷ്ഠിതമായി കൃഷിയെ കൊണ്ടുനടക്കുന്ന ഒരു കർഷകനാണ്. ചേട്ടാ, സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. പേരെങ്ങനെയാ? എൻ്റെ പേര് പൗലോസ്. എനിക്ക് ഇപ്പോ 72 വയസ്സായി. പരുത്തുവയലിൽ നിന്നാണ് എന്റെ വീട്ടുപേര്. പരുത്തുവയലിൽ, അതായത് ഹൈവേയിലുള്ള ആയുർവേദ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് അതൊക്കെ ഞങ്ങൾ കസിൻസ്, കുടുംബക്കാരാണ്. പിന്നെ എന്റെ അപ്പാപ്പനൊക്കെ ആയിട്ട് കൃഷിക്കാർ തന്നെയാണ്. 2 ഏക്കർ കാളയ്ക്ക് ഏതാണ്ട് ഒരു 10 ഏക്കറോളം കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാരമ്പര്യമായി, എനിക്ക് കൃഷിയുടെ എല്ലാ ABCD അറിയാം. കൃഷിക്ക് മുമ്പ് ചെയ്തിരുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയായിരുന്നു? കൃഷിക്ക് ശേഷമാണ് ബിസിനസ് ചെയ്തത്. കൃഷിക്ക് മുമ്പ് ഞാൻ കോളേജ് പഠിത്തമൊക്കെ കഴിയുമ്പോൾ കോളേജിൽ പോകുമ്പോഴും ഞാൻ ഒഴുവാനും പാടത്ത് പോകാനും അല്ലെങ്കിൽ എല്ലാം എൻ്റെ ഫാദറിനോട് കൂടി തന്നെ. ഞാൻ ഒരു മകനേ ഉള്ളൂ. അപ്പോൾ ഫാദറിൻ്റെ കൂടെ തന്നെ ഒന്ന് അല്ലെങ്കിൽ ദേഷ്യപ്പെടും. അത് മേടിക്കുക. എനിക്ക് പിന്നെ അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. എല്ലാ കൃഷിയിലും എനിക്കിപ്പോൾ എന്നും അറിയാം. അതെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള അനുഭവം. ആ ഒപ്പം തന്നെ ബിസിനസ്സിലേക്ക് ഒരു കൈവച്ചില്ലേ? അതായത് ഞാൻ 88-89 ഒരു 3500 ചുവട് വാനില ഇട്ടു. 3500 കൂടെ. എന്റെ അങ്ങനത്തെ ഒരു രീതിയാണ്. അതായത് എന്ത് കൃഷി ചെയ്താലും 1 or 2 ആയിട്ടൊന്നും ഞാൻ അങ്ങനെ എല്ലാം ബൾക്കായിട്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്താലും നമ്മൾ ആ ബൾക്കായിട്ട് ചെയ്യാന്നുള്ള ഒരു പേടിയില്ലായ്മയും അത് ബൾക്കായിട്ട് തന്നെ നശിച്ചും പോയി. കോറി വ്യവസായം അന്നേരം ഇതിന്റെ കൂടെ ഉണ്ട്. കോറി വ്യവസായത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ടിപ്പർ എനിക്ക് ഒരു 17 ടിപ്പർ, 3 പോക്ലെയിൻ, പിന്നെ ഒരു കോറി. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല, നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഒരു ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ നല്ലൊരു പ്രമുഖ വ്യവസായം തന്നെയായിരുന്നു. എന്നിട്ട് ഈ ഇപ്പൊ വിട്ടുപോരാൻ കാരണം കോറിയുടെ പെർമിറ്റ് എല്ലാം തീർന്നു. പിന്നെ കോറി നടത്തിക്കൊണ്ടിരുന്നപ്പോ ഈ തൊട്ട അയൽവക്കത്തുള്ള ഒരു ഇപ്പോ അയാള് ഒരു വില്ലേജ് സംബന്ധ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അയാൾ എന്നെ പരമാവധി പണ്ടമാനം നശിച്ചു. പണ്ട് ഒത്തിരി പേരെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ പ്രദേശത്തുള്ള എല്ലാവരും കൂടുതൽ എഫക്റ്റ് ചെയ്ത് എനിക്കാണ്. അന്നേരമൊക്കെ ഞാൻ ഈ ദൈവത്തിൽ നിന്ന് അകന്നാണ് ജീവിച്ചത്. അതാണ് അതിന്റെ ഈ ഞാൻ തോറ്റു പോകാൻ കാരണം. ശരിക്കും പറഞ്ഞു കേട്ടിരുന്നാൽ ദൈവത്തിലേക്ക് എത്താതിരുന്ന സമയങ്ങളിൽ നടത്തിയ ബിസിനസ് എല്ലാം ഫ്ലോപ്പായി. കൃഷിയും ഫ്ലോപ്പായി പോയി. ആ സമയത്ത് ഇടപെട്ട മേഖലകളെല്ലാം ഫ്ലോപ്പായി പോയി. അത് കഴിഞ്ഞ് നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പോലും എങ്കിലും നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞ ശേഷമാണ് നമുക്ക് കൃഷിയിൽ താല്പര്യം വന്നതും കൂടുതലും ആദായം കിട്ടി തുടങ്ങിയത്. ഈ സമയം തൊട്ട് നമുക്ക് നേരത്തെ കിട്ടുന്നതിൽ കൂടുതൽ ആദായം കിട്ടിക്കൊടുക്കുന്നത് കൃഷി ആദായം. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ റംബൂട്ടാനാണെങ്കിലും നാരകമാണെങ്കിലും വാഴയാണെങ്കിലും എല്ലാം ദൈവം സഹായിച്ചിട്ട് ദൈവത്തിന്റെ നടത്തിപ്പ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. തീർച്ചയായിട്ടും ഈ മാനസാന്തരം ഉണ്ടാകാനുണ്ടാവും. യാദൃശ്യമായിട്ട് ഞങ്ങളെല്ലാവരും ഈ യാക്കോബിറ്റ് ക്രിസ്ത്യൻ ഇതിൽപ്പെട്ടതാണ്. ഞങ്ങൾ പുത്തൻകുരിശില് ഞങ്ങളുടെ സഭയുടെ ഒരു മീറ്റിങ്ങിന് പോയിട്ട് വന്നപ്പോൾ എനിക്കത് അവിടെ അങ്ങോട്ട് വലിയ തൃപ്തിയായിട്ട് യാദൃശ്യമായിട്ട് കോലഞ്ചേരി ഹിൽ ടാപ്പിൽ വന്നൊരു MY സാർ, അദ്ദേഹം സാറ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടു. ചെന്ന വഴി എനിക്ക് പറഞ്ഞു, മാനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങളൊക്കെ നശിച്ചു പോകും. എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അപ്പൊ ആ ഒരു വാക്കാണ്, സാറിന്റെ ഒറ്റ വാക്കാണ്. അത് എന്താ ഇവിടെ നടക്കാന്നുള്ള ഒരു വിമർശനാത്മക ബുദ്ധിയോടെ പോയേ. ഇതോടെ ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ഈ ക്രിസ്ത്യാനി അല്ലെങ്കിൽ യാക്കോബിറ്റുകാരെന്നുള്ള രീതിയിൽ അന്ന് ഞങ്ങളുടെ വീടുകളിൽ 4 അച്ഛന്മാരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ വലിയ അങ്ങനെ അതിനെപ്പറ്റി ഒരു അഭിമാനം കൊണ്ടുകൊണ്ടിരുന്ന ഒരു കാലമാണ് ആ കാലം. യാദൃശ്യമായിട്ട് അവിടെ ചെന്ന് സാറ് എന്നോട് പറയുന്ന മാതിരി നിങ്ങൾ മാനസാന്തരം. അന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ മദ്യപാനം, പുകവലി, ബാക്കി എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കാനും ഇതൊക്കെ വേണ്ടിയിട്ട് ഒരു തീരുമാനം. അന്നേ പിന്നെയാണ് ഞാൻ പതുക്കെ 2014 ഡിസംബറിലായി ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം 2022 എനിക്കൊരു ക്യാൻസറിൻ്റെ ഒരു ഇത് വന്നു. ലിസി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുപിടിച്ചു. അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഭേദമായി.
ഓപ്പറേഷൻ കഴിഞ്ഞു പൂർണ്ണമായിട്ടും ഭേദമായി. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ക്യാൻസർ അത് കണ്ടുപിടിക്കാൻ ഇടവരില്ല. പോലീസേട്ടാ, അങ്ങൊരു വൻ വ്യവസായിയും ഒരു പ്രമുഖ കുടുംബത്തിലെ കാർഷിക സാമ്പത്തിക പാരമ്പര്യ ആഠ്യത്വമുള്ള കുടുംബത്തിലെ ഇത്ര വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇത്ര ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് ബിസിനസ് നടത്തി. ഈ ബിസിനസ് നടത്തിയതില് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ തലമുറ കൃഷി എന്ന് പറയുമ്പോൾ എന്തോ തീരെ അവജ്ഞപ്പെടുന്ന കാലത്ത് അങ്ങ് ഈ വ്യവസായങ്ങളെല്ലാം നടത്തി ഇതുപോലെ പ്രഷറും ഇതുപോലെ ഒരു വ്യവസായം നടത്തുമ്പോൾ അതിനെ നടത്തുന്ന വ്യവസായമല്ല, അതോടൊപ്പം കെട്ടിപ്പൊക്കുന്ന ഒരു സാമ്രാജ്യമുണ്ട്. അതായത് രാഷ്ട്രീയ മതപരമായ അതിനോടൊപ്പം കെട്ടിപ്പൊക്കുന്ന ഒരു സാമ്രാജ്യമാണ്. ഒരു കോറി നടത്തുമ്പോൾ ഒരു സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യം കെട്ടിപ്പൊക്കുക അതിന്റെ എല്ലാ സുഖലോലഭതകളും അതിന്റെ എല്ലാ അധികാരത്തിന്റെ ബലങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിച്ചിട്ടും അങ്ങ് ഈ പറയുന്നു ഞാൻ മാനസാന്തരപ്പെട്ട കൃഷിയാണ് എനിക്ക് ബലം തരുന്നത്. ഇതിലേക്ക് മാത്രം തിരിയാനുള്ള കാരണം എന്നാ? ഈ ബിസിനസ് ഉപേക്ഷിച്ചിട്ട് അല്ല, ബിസിനസ് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞില്ല എന്റെ കോറിയുടെ അവിടെ ഒരു ശത്രുത ഉണ്ടായി ബിസിനസ് നിന്ന് പോയത് നല്ലതാണോ? നല്ലതാ. ദൈവം എല്ലാം നല്ലതിനായിട്ടേ വരുത്തുള്ളൂ. അതാണ് തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞങ്ങളും ബോബിചേട്ടനൊക്കെ ഞങ്ങൾ പറഞ്ഞ പാരമ്പര്യമായിട്ട് കൃഷിക്കാർ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അറ്റത്തുള്ള കുടുംബങ്ങളിലാണ് അവനുണ്ട്. പക്ഷെ പലയിടത്തും ചെല്ലുമ്പോഴും ഒരു കൃഷിക്കാരൻ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇന്നും ഒരു കുറച്ചില്. ഞാനത് അഭിമാനിക്കുന്ന ആളാ. ഇപ്പോ നേരത്തെ ഒക്കെ ഈ അന്ന് ഈ കൃഷി നടത്തുമ്പോഴും അല്ലെങ്കിൽ ബിസിനസ് നടത്തുമ്പോഴും കൃഷിയായിരുന്നു. അന്ന് എനിക്ക് കൃഷിയാന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ട്. എന്താ ജോലി കൃഷിയാന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ട്, ബിസിനസ്സാന്ന് പറയും. അതൊക്കെ എനിക്ക് എവിടെ ചെന്നാലും ഞാൻ കൃഷിക്കാരനാന്ന് പറയാൻ എനിക്ക് നല്ല ഇതുണ്ട്, അഭിമാനമുണ്ട്. എന്ന് പറഞ്ഞാല് വേറെ ഇപ്പൊ ഞാനിവിടെ വന്ന് കണ്ടതില് നമ്മുടെ തോട്ടങ്ങളെല്ലാം കാണുന്നു. ഈ കണ്ടതില് ഈ കൃഷിക്കാരൻ എന്ന് പറയാൻ ഇന്ന് ഒരു പല പല കാറ്റഗറിയിൽ ഒന്നും ഒരു സെന്റ് സ്ഥലമില്ലാത്തതിന് എന്ത് ചോദിച്ചാലും ആർക്കും പറയാവുന്ന ഒരു തൊഴിലായിട്ട് മാറിയിരിക്കുകയാണ് കൃഷി. എന്നാ ജോലി? കൃഷിയാ. ഒന്നും ചെയ്യാത്തവരും കൃഷിക്കാരനാണ്. അതില് ഇന്ന് ഈ കൃഷിയെ ഇത്രയും വെറൈറ്റി രീതിയിലോട്ട് കൊണ്ടുവന്ന് ഇത്ര ഉണർവ് നൽകിക്കൊണ്ട് അത് എന്റെ കഴിവുകൊണ്ടൊന്നുമല്ല, എനിക്ക് അങ്ങനെ തോന്നിയതാ. ഈ റംബൂട്ടാൻ വെക്കാനായിട്ട് എനിക്ക് ആദ്യം 2014 മുമ്പ് കുറച്ച് റംബൂട്ടാൻ ഉണ്ടായിരുന്നു. അത് കൊടുത്തപ്പോൾ ലാഭം വന്നു. ഞാൻ ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ഇവിടെയെല്ലാം റബ്ബർ നിൽക്കുമായിരുന്നു. റബ്ബർ സ്ലോട്ടർ വെട്ടി കഴിഞ്ഞപ്പോൾ എന്നാൽ ഇത് വേറൊരു വെറൈറ്റിയിലേക്ക് തിരിയാന്ന് വെച്ച് അങ്ങനെ തുടങ്ങി. ആദ്യം ഏതാണ്ട് ഇവിടെ എത്ര ടൈപ്പ് കൃഷിയുണ്ട്? ഒന്ന് റംബൂട്ടാന്, തെങ്ങുണ്ട്, അടയ്ക്കാമരം ഉണ്ട്, കവുങ്ങ, അടയ്ക്കാമരം, പിന്നെ ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട നാരകം, ചെറുനാരങ്ങ. അത് എങ്ങും ഇവിടങ്ങളിൽ എങ്ങുമില്ല. പിന്നെ മൃഗങ്ങളായിട്ട് ആടിന്റെ ഒരു ഫാം ഉണ്ട്. അതായത് അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് മുഴുവൻ വളമിടാനായിട്ട് കിട്ടും. പിന്നെ എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ അതിനൊരു 10 പോത്തുണ്ട്. ആ പോത്തിനെ എൻ്റെ ഫാമിൽ കെട്ടിയിട്ട് അതിന്റെ ചാണകം മുഴുവൻ അവൻ ഇവിടെ പോത്ത് ഫാമുണ്ട്. അപ്പം ഞാനും നല്ലൊരു കർഷകനാണ്. എനിക്കും ആട് ഫാമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ചില സാങ്കേതിക കാര്യങ്ങൾ നിന്നു പോയതാണ്. കൃഷിയിൽ നമ്മൾ പണ്ട് ബൈബിളിൽ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, അവൻ്റെ മാടുകളും ഒരു വൻ സമ്പത്താണ്, അതിനെ ഞാൻ അവൻ്റെ ജനതയും വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിന്ന് തീർച്ചയായിട്ടും പറയാമല്ലോ, ഒരു കൃഷിക്ക് ഒരു പോസിറ്റീവ് എനർജി ഉള്ളിടത്ത് മാത്രമേ കാഫലം കൂടുതലുണ്ടാകുള്ളൂ. രണ്ടാമത്തെ പോസിറ്റീവ് എനർജി ഉള്ളിടത്ത് മാത്രമേ ഒരു മൃഗങ്ങളോട് കൂടി ചേർന്ന്, 1-2 മൃഗങ്ങളല്ല, മൃഗങ്ങളുടെ ഒരു ഫാമായിട്ട് കൂടി ചേർന്ന് വാഴിക്കാൻ പറ്റുള്ളൂ. അത് 1-2 കൊല്ലം കൊണ്ടു നടക്കുന്നതല്ല, ഒരു ദീർഘകാലം ഒരു ഫാമായിട്ട് കൃഷി അതിന് വർധന ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജിയാണ്. കൃഷിയിൽ പോസിറ്റീവ് എനർജി, അതായത് ദൈവത്തിന്റെ ഒരു ഇടപെടല് കണ്ടിട്ടുണ്ടോ? എനിക്കത് അനുഭവം ഈ റംബൂട്ടാൻ തന്നെ അതിന് ഉദാഹരണമല്ലേ? അതെ, ഞാനിപ്പോ എന്റെ ഈ പോക്കറ്റില് ഇതിനകത്ത് മിക്കവാറും ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ നടക്കുമ്പോൾ എൻ്റെ 2 പണിക്കാരുണ്ട്. അവരെല്ലാവരും ദിവസം 2 പണിക്കാരുണ്ട്. അപ്പോൾ 2000 രൂപ അവർക്ക് ഒരു ദിവസം. അതെല്ലാം ഞാൻ ഈ കൃഷിയിൽ നിന്ന് തന്നെ, അല്ലാണ്ട് വേറെ ഒന്നും വാങ്ങിച്ചില്ല കൊടുക്കുന്നത്. അവർക്ക് 2000 രൂപ കൊടുക്കുന്നു. 2 ഭായിമാരോ, ഒരാൾ ഇവിടെ താമസിക്കുന്നു, ഒരാൾ ഇതിനകത്ത് ഞാൻ രാവിലെ മുതൽ ഇതിലിങ്ങനെ ഇറങ്ങുമ്പോൾ ഈ വചനം ഞാൻ ഏകാന്തമായിട്ട് കേൾക്കും. ഇവിടെ കസേര കിടപ്പുണ്ട്. ചിലപ്പോൾ ഇനി കുറച്ച് നേരം നടന്ന് ക്ഷീണിക്കുവാണെങ്കിൽ ഞാൻ ആ കസേരയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കും. നമ്മൾ ചെയ്തിരിക്കുന്ന കൃഷി അതിൻ്റെ അധിപൻ നമ്മളാണ്. അധിപൻ ദൈവിക ശുദ്ധിയുള്ളവനാണെങ്കിൽ ഈ ചെയ്യുന്ന കൃഷി ദൈവത്തെ കാണുന്നുണ്ട്. തോമേ, ഇത് എന്നെ ഏൽപ്പിച്ചേക്കുന്നു. ഞാൻ ഇവിടുത്തെ മാനേജരാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ.
ഈ ബൾക്കായിട്ട് ഇങ്ങനെ ഈ റംബുട്ടാനൊക്കെ കൃഷി ചെയ്യുമ്പം ഇതിന്റെ വില ഇയാണ്ട് മൊത്തത്തിൽ കുറവാന്നാ കേട്ടത്. കുറവല്ല, ഈ തകരാൻ സാധ്യതയില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് ഇവിടുത്തെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയില്ല. 1-2 റംബൂട്ടാൻ കൃഷി ചെയ്യുന്നവർ തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ അല്ലെങ്കിൽ കടയിൽ കൊടുക്കും. ഇവിടെ എല്ലാ വീടുകളിലും ഞങ്ങളെ ഇപ്പോൾ പറഞ്ഞാൽ ഈ ഉൾനാട്ടിലൊക്കെ എല്ലാ വീട്ടിലും 2-3 റംബൂട്ടാനില്ലാത്ത ഒരു വീടും കാണില്ല. തൊട്ട് അയൽവക്കത്ത് തന്നെയാണെങ്കിൽ എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് ബാക്കിയുള്ളത്, ഇതൊരു പരിധിയുണ്ട്, തിന്നുന്നതിനൊരു പരിധിയുണ്ടല്ലോ, അത് ബാക്കിയുള്ള കടയിൽ കൊടുക്കും. കടക്കാർക്ക് ഇത് വിറ്റ് പോകണില്ല. അത് 50 രൂപയ്ക്ക് 60 രൂപയ്ക്കൊക്കെ വാങ്ങിക്കും. ഞാൻ 135 രൂപയ്ക്ക് കൊടുത്തിട്ട് ഈ സാധനം എന്നോട് വാങ്ങിച്ച ചാലക്കുടിയിലുള്ള ഒരാളാണ്. ഒരു സുപ്രഭാതത്തിൽ വന്ന അയാൾ വന്ന് പറയുകയാണ്, ചേട്ടാ ഇതിന് 70 രൂപയേ ഉള്ളൂ. അയാൾ കുറേ എൻ്റെ മക്കളാണേ സത്യം, എൻ്റെ ഈ വണ്ടിയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാൻ കുറച്ച് നേരം നിന്നു. എൻ്റെ ദൈവം, ഇനി ഞാൻ എന്ത് ചെയ്യും? 70 രൂപയ്ക്ക് ഇത്രയും സാധനം ഏതാണ്ട് ഇപ്പോൾ ഒരു 1.5 ടണ്ണ് ഞാൻ കൊടുത്തു. ഇനിയുണ്ട് ഒരു ടണ്ണ് ഇങ്ങനെ കാണുമായിരിക്കും. കൊടുത്ത് ഇത് എന്നാ ചെയ്യും? ഇത് കളയേണ്ടി വരുമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യാദൃശ്യമായിട്ട് തൊടുപുഴ എന്നൊരു പയ്യൻ കൂട്ടിമുട്ട് പോയി. അവന് ഈ ബിസിനസ്സാണ്, അവൻ്റെ ചേട്ടൻ ഈ ബിസിനസ്സാണ്. 130 രൂപയ്ക്ക് അവനെടുത്തോളാം. ഒറ്റയടിക്ക് 60 രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഏതാണ്ട് മണിക്കൂറൊന്നുമില്ല, 10 മിനിറ്റ്. അതാ ദൈവത്തിൻ്റെ ഇത്. 10 മിനിറ്റ് താമസം കൊണ്ട് ഇവൻ വരുക. ഏത് എൻ്റെ ആ കൂട്ടുകാരൻ്റെ അടുത്ത് വരുക. ഇതേപോലെ തന്നെ കൃഷിയുള്ളവനാണ്. അവന് വേറെ ബിസിനസ്സുണ്ട്. ആ ബിസിനസ്സിൻ്റെ സംബന്ധമായിട്ട് അവൻ വരും. അവൻ വന്നപ്പോൾ 70 രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി നിന്നതായിരുന്നു. അതെ, അത് കഴിഞ്ഞ് 10 മിനിറ്റ്. അപ്പോൾ ഇവനോട് ചോദിച്ചു. ഇവൻ അന്നേരം ഈ 70 രൂപയ്ക്ക് പറിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൂട്ടുകാരൻ കൊടുത്തു. അന്നേരം ഞാൻ ഏതാണെങ്കിലും 70 രൂപയ്ക്ക് കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണേ ഉള്ളൂ, പറിച്ചു കൊണ്ടുവന്ന് കൊടുക്കണേ ഉള്ളൂ. അങ്ങനെയൊക്കെ വിചാരിച്ച് ദൈവമേ ഇത് എന്ത് ചെയ്യുമെന്ന് ഞാൻ ദൈവത്തിനോട് ആലോചന ചോദിച്ചു. അപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചത് ഉത്തരം കിട്ടി. 5 മിനിറ്റ് 10 മിനിറ്റ് ആയില്ല. ഒരുത്തൻ വന്നിട്ട് 130 രൂപ എനിക്ക് എടുത്തോളാന്ന് പറയും. ഞാൻ അപ്പോഴത്തേക്ക് ഇവനിത് കേൾക്കുക, ഈ 70 രൂപയ്ക്ക് ചോദിച്ചാൽ കേൾക്കുക. അവനപ്പം തന്നെ മാറി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ വില കുറവാണ്, 110 രൂപയ്ക്ക് എടുത്തോളാം, 135 രൂപ തരില്ലാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മാർക്കറ്റിൽ ഇവൻ്റെ കള്ളത്തരമാണെന്ന് മനസ്സിലായി. അപ്പോൾ 50 രൂപ അന്നേരം കൂട്ടി. അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ പറഞ്ഞു, ഇവൻ ഏതാണെങ്കിലും ഇത്രയും വില കുറവാണെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ കൊടുത്തതിൽ 135 120 രൂപയ്ക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞു. ആ വിലയ്ക്ക് ഇപ്പോൾ അവന് കച്ചവടമാക്കി കൊടുത്തു. എൻ്റെ അഡ്വാൻസും തിരിച്ചു കൊടുത്തേക്കാന്ന് ഞാൻ പറഞ്ഞതാണ്. നീ പോയിക്കോ, അഡ്വാൻസ് എൻ്റെ എന്ന് പറയുക പാരമ്പര്യം അനുസരിച്ചൊന്നും വേറെ ആരുടെ ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. അവൻ തന്നതാണെങ്കിലും അവന് വില കുറച്ച് വേണം മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഡ്വാൻസ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത്. അതാ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ആ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ ഒരു ലങ്സിൻ്റെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ചെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഈ രോഗം കണ്ടുപിടിച്ചത്. ആദ്യത്തെ ഡോക്ടർ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ അവസ്ഥ മോശം. അതും കേരളത്തിലെ അറിയപ്പെടുന്ന പ്രമുഖ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ പേര് പറയണ്ട, പല പ്രമുഖ, അതായത് അറിയപ്പെടുന്ന പല പ്രമുഖ ഹോസ്പിറ്റലുകളിലായിരിക്കുമല്ലോ. അവരാണ് പറയുന്നത് ഇല്ലാന്ന്. അവിടെ തന്നെയുള്ള വേറൊരു ഹോസ്പിറ്റലിൽ വേറൊരു പ്രമുഖ ഹോസ്പിറ്റലിൽ ചിലവും പറയുന്നത് ഉണ്ടെന്ന്. അത് റൈറ്റുമായി. അത് ദൈവത്തിന്റെ ഇടപെടൽ. അതാണ് ദൈവത്തിന്റെ ഇടപെടൽ. രോഗം കണ്ടെത്തുക എന്നുള്ളത്. അല്ലാണ്ട് എന്റെ കഴിവുകൊണ്ടോ ഇതൊന്നും അല്ല, അല്ലെങ്കിൽ ഇപ്പൊ ആശുപത്രിക്കാരുടെ കഴിവുകൊണ്ടോ അല്ല. ദൈവം എന്നിലെ ഒരു മാറ്റം ഇടപെടൽ നടത്തി. അതാണ് എനിക്ക് മറ്റേ ഡോക്ടർ. ഇതില് നമ്മള് കാർഷിക ചാനലാണ്, അല്ല കാർഷിക ചാനലുമാണ്, കാർഷിക പാരമ്പര്യത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇപ്പൊ ഈ പാരമ്പര്യം വെച്ച് നോക്കുമ്പം കൃഷിയായിരുന്നു അപമതിക്കപ്പെട്ട ഒരു സ്ഥാനമില്ലാതെ പുറത്ത് പറയുമ്പോ എന്താ ജോലി എന്ന് ചോദിക്കുമ്പം ഒരു ജോലിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇത്രയും വ്യവസായം നടത്തി വൻ വ്യവസായ ബന്ധങ്ങളും നടത്തിയിരിക്കുന്ന പൗരസ്യേട്ടന് ഈ കൃഷിയെ എങ്ങനെ കാണാൻ പറ്റും? കൃഷി എന്റെ മാനസിക ഉല്ലാസത്തിന് ഇത്രയും പറ്റി എന്നെ സംബന്ധിച്ച്. പലർക്കും പല അതുപോലെ ഈ കുടുംബം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2000 രൂപ വെച്ച് ഒരു ദിവസം അവന് പണിക്കൂലി കൊടുക്കാൻ. കൃഷിയിൽ നിന്ന് കിട്ടുന്നത് അല്ലാണ്ട് ഞാൻ വേറെ എനിക്കിപ്പോ വേറെ വരുമാനമൊന്നുമില്ല. കൃഷിന്റെ ഇപ്പൊ പൂർണ്ണമായി ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനം. ഈ കൃഷിയും വ്യവസായവും അല്ലാതുള്ള ബന്ധങ്ങളും ബന്ധങ്ങൾ എന്ന് പറയുന്നതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ LIC ചേർക്കുക, അവിടെ ചേർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാണ് ഞാൻ ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 3 ഭാഗത്തോടെ ഇന്ന് 2 ഭാഗത്തോടെ, അതായത് കൃഷിയെ ഒഴിച്ച് ബാക്കി 2 ഭാഗത്തോടെ ജനങ്ങൾ ഇന്ന് സഞ്ചരിക്കുമ്പോൾ ഈ കൃഷിയെ ഇത്രമാത്രം സ്നേഹിക്കാനുള്ള കാരണം എന്നാ? അത് എൻ്റെ
ബ്ലഡിൽ അലിഞ്ഞു തന്നേക്കണ ആ ഒരു ജീൻ ഒരു വികാരം. ഒരു വികാരം അത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ലോകം വളരെ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ എല്ലാവരും വളരെ ടിപ്പിക്കൽ ആയിട്ട് നടക്കാൻ നോക്കുമ്പോൾ ഈ കൃഷി എന്നൊരു അവജ്ഞയായി പോയിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇന്നത്തെ തലമുറയോട് പൗലോസേട്ടന് പറഞ്ഞു കൊടുക്കാനുള്ള എന്താണ്? അതായത് ഇതല്ലാതെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലാത്ത അത് ആദ്യമേ തന്നെ ദൈവം പറഞ്ഞു, നീ വേർപ്പോടെ ഭക്ഷണം കഴിക്കണമെന്ന് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു. ഇതില്ലാതെ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും ഇല്ലാതെ ഇത് എവിടെ നിന്ന് വരും? തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലൊക്കെ ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്ന ഇതെല്ലാം അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ളത് വേണ്ട അരിയായിട്ടുള്ളത് അതൊന്നും ഇവിടെ നമ്മളാർക്കും ഉൽപ്പാദിപ്പിക്കാൻ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതെനിക്ക് നെൽകൃഷി തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഈ റംബൂട്ടാനിൽ നിന്ന് എനിക്ക് ന്യായമായിട്ടുള്ള ആദായം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നാരകത്തിൻ്റെ ഉണ്ട്. പിന്നെ വേറെ ഒന്ന് എനിക്ക് ആട് ഫാമുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു 60ഓളം ആടുണ്ട്. അത് എല്ലാ മാസത്തിലൊക്കെ 1-2 എനിക്ക് വിൽക്കാൻ പറ്റും. അതൊക്കെ അതിൻ്റെ ലാഭം. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഇതിനൊന്നും എല്ലാം ജൈവവളം ഉപയോഗിക്കും. ഈ ആടിൻ്റെ ചാണകവും പിന്നെ ഇതും കൂടാതെ എനിക്ക് വേറൊരു ബിസിനസ്സും കൂടെ ഉണ്ട്. കോഴി വളർത്തലുണ്ട്. കോഴി ഷെഡുണ്ട്. കോഴി ഇന്നിപ്പോൾ ഒരു 20 ദിവസമായിട്ടുണ്ട്. അതിൻ്റെ ഇതെല്ലാം കൂടെ ഞാനിവിടെ തന്നെ ഉപയോഗിക്കുന്നു. കൃഷിയും ഈ വ്യവസായവും ഒരുമിച്ച് കൊണ്ടുനടന്നിട്ട് ഇതിലേതാ ഏറ്റവും നല്ലത്? എൻ്റെ പ്രധാന തലമുറയുടെ അതെ, എനിക്ക് ഞാൻ നടന്നത് എൻ്റെ കുഴപ്പം കൊണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കൃഷി വെച്ചിട്ട് എനിക്ക് ലാഭം കിട്ടിയില്ല, അല്ലെങ്കിൽ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന് ശേഷമാണ് ഇതെല്ലാം ഉണ്ടായത്. എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നപ്പോൾ എൻ്റെ ചോദ്യം, കൃഷിയും വ്യവസായവും തമ്മിൽ കൂട്ടിമുട്ടിക്കുമ്പോൾ കൃഷിയിൽ നിന്നാണോ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്നതും, കൃഷിയിൽ അതോ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണോ നമുക്ക് ലാഭം കൂടുതൽ കിട്ടുന്നു? ബിസിനസ്സിൽ എനിക്ക് ലക്ഷങ്ങളിൽ മീതെ ലാഭം കിട്ടിയേക്കണ ദിവസങ്ങളുണ്ട്. പണ്ട് ഒരു ദിവസം ലക്ഷം കാലത്ത് മീതെ, അതായത് 10-12 കൊല്ലം മുമ്പ് 90, 89, 90, 92, അതായത് 25, 35, 36 വർഷം മുമ്പ് 1 ലക്ഷം രൂപ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു 5 ലക്ഷം രൂപ 7 ലക്ഷം രൂപ കിട്ടുന്ന പവറുണ്ട്. എനിക്ക് ഇന്നിപ്പോ ഒരു ദിവസം പെർ ഡേ കിട്ടിയില്ല 7 lakh കിട്ടിയില്ല അന്ന്. അപ്പൊ സ്വന്തമായിട്ട് കോരി, സ്വന്തമായിട്ട് എല്ലാ അതിനോട് അനുബന്ധിച്ചുള്ള എല്ലാ ചെയ്യുന്ന പൗലോസേട്ടനാണ് ഇപ്പൊ പറയുന്നത് കൃഷിയിൽ നിന്നാണ് സമാധാനം കിട്ടുന്നത്, ആ വരുമാനം കൊണ്ട് ജീവിക്കുന്നത്. എനിക്ക് രാത്രി ഉറങ്ങണമെങ്കിൽ വേറെ പരിപാടി മദ്യം കഴിക്കണമായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ, തുറന്നു പറയാമല്ലോ. മദ്യം കഴിക്കണം അന്ന് ഉറങ്ങണമെങ്കിൽ ഒരു ഉറക്കമില്ല. ഇന്നിപ്പോ ദൈവം സഹായിച്ചിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പൊ പൗലോസേട്ടന്റെ ജീവിതാനുഭവങ്ങളിൽ ഇപ്പം കൃഷിയില് ദൈവിക അനുഭവത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷി ചെയ്യുമ്പോൾ നേരത്തെ ബിസിനസ് നടത്തിയിരുന്ന ടൈമിലും നേരത്തെ കൃഷി ചെയ്തിരുന്ന സമയങ്ങളിലും ആയിട്ടുള്ള വ്യത്യാസമില്ല. പിന്നെ ഭയങ്കരമായിട്ട് വ്യത്യാസമായി. രാവും പകലെന്നുള്ള ഈ കൃഷി സംബന്ധിച്ച് എനിക്ക് ഒരു ആകുലതയില്ല. എന്ന് പറഞ്ഞാൽ ഇത് നഷ്ടം വരുമെന്നോ അല്ലെങ്കിൽ ഇത് മുഴുവൻ നശിച്ചു പോകുന്നുള്ളൂ അങ്ങനെ ഒരു ചിന്താഗതിയില്ല എനിക്ക്. അങ്ങനെ എന്തെന്നാ പറയാ, അങ്ങനെ ഒരു പേടിയില്ല. ആ പേടി ഞാൻ കർത്താവിനോട് നിർഭയത്വം തന്നെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, കർത്താവ് ഇന്ന് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എനിക്കത് വെളിപ്പെടുത്തി തരണം, ഞാൻ അത് പോവാം. അങ്ങനെ ആ ദൈവത്തിന്റെ മറുപടി കിട്ടിയപ്പോഴാണ് ഞാൻ ഇതെല്ലാം കൃഷി ചെയ്യാനും അതിനുള്ള സാഹചര്യവും അതിൻ്റെ സമ്പത്തും ഉണ്ടായത്. അതായത് പൗലോസേട്ടൻ പറഞ്ഞു വരുന്നത് വ്യവസായം ചെയ്തിരുന്നതിന് മുമ്പും വ്യവസായത്തിലും കിട്ടിയിരുന്നതിനേക്കാളും കൂടുതൽ ദൈവത്തിന്റെ പരിപാലനയിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് ഏറ്റവും വലിയ സമാധാനം. അന്ന് കിട്ടിയതിൽ കൂടുതൽ സാമ്പത്തികം ഇന്ന് സേഫാണ്. അതായത് പെർ ഡേ 7 ലക്ഷം രൂപ, ഇപ്പോഴത്തെ നിലവിൽ 7 ലക്ഷം രൂപ പെർ ഡേ ലാഭം ഉണ്ടായിരുന്ന ബിസിനസ് നടത്തിയിരുന്ന പൗലോസിയേട്ടൻ പറയുന്നു, ഇന്ന് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുകയെങ്കിലും അതാണ് സമാധാനവും, അത് മിച്ചവും വരുന്നുണ്ട്. അവിടെയാണ് 1000 കോടി രൂപ 1000 കോടി വരുമാനം ഉണ്ടായിട്ട് 1 ലക്ഷം രൂപ നഷ്ടത്തില് മിച്ചം വരുന്നില്ലെങ്കിൽ, 1000 രൂപ വരുമാനം നടത്തിയിട്ട് 100 രൂപ മിച്ചം വരുന്നുണ്ടെങ്കിൽ കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഏതാ മിച്ചം? നമ്മുടെ വീട്ടിൽ വരുന്ന ഏതാ? 100 രൂപയാണ് കൃഷിയുടെ ബാക്കിയാണ്. മാനസാന്തരം ഉണ്ടായെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ മാനസാന്തരം ഉണ്ടായിട്ട് വീണ്ടും പഴയ കാലത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി, ഒരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് അന്നേരം ഞാൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ചില ബാറിന്റെ പണ്ട് മദ്യപിച്ച ബാറിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ
പലരും പിന്നെ ഈ കൂട്ടുകാർ അല്ല ഹൗസ് വാമിങ്ങിനും പിന്നെ കല്യാണത്തിനൊക്കെ വിളിക്കുമ്പോൾ ഇടവയെന്നും പറഞ്ഞുകൊണ്ട് വോട്ടെടുത്ത് നീ ഒന്ന് വാടുത്തിരുന്നാൽ മതി എന്ന് പറയും. ഞാൻ പോരൂല എന്ന് പറയും. ഞാൻ എൻ്റെ ദൈവത്തിനോട് ഒരു വാക്ക് പറഞ്ഞു പോയി, അല്ലെങ്കിൽ പോരാ. ആ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ട്, ഇന്ന് വരെ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ചില ചിന്തകൾ വരും. ആ ചിന്തകൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കർത്താവിനെ വിളിക്കും, കർത്താവിനെ എൻ്റെ നേർക്ക് കാണും, കർത്താവിൻ്റെ അടുത്തേക്ക് വരും, എനിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരും. ആ തിരുരക്ത സംരക്ഷണം എനിക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് തിരുരക്തത്തിന്റെ കോട്ട കെട്ടി കർത്താവ് സംരക്ഷിക്കുന്നു. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ നിന്റെ കർത്താവ് നിന്നെ കാത്തുകൊള്ളും, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളും എന്നും പറഞ്ഞ് കർത്താവ് പറയുന്നുണ്ട്. പിന്നെ നിരാശ, എനിക്ക് അങ്ങനെ ഒരു വിഷയം ഇന്ന് വരെ നിരാശ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പൗലോസിയേട്ടന് മാനസാന്തരം ഉണ്ടായ പിന്നെ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. സ്റ്റാർ ബന്ധങ്ങളിൽ നിന്നിട്ട് അതാണ് മനസ്സിലാക്കണേ. സാധാ ഒരു ബന്ധമല്ല, സ്റ്റാർ ബന്ധങ്ങളിൽ നിന്നിട്ട്. ടോമേ, എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരേ ഇല്ല. പഴയ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് പറയും, ഐ പൗലിസേട്ടാന്ന് പറഞ്ഞിട്ട് ഒന്ന് വിളിച്ചു പറയും, അവരൊന്ന് കൈ വെക്കും. അല്ലാതെ അവരുമായിട്ട് അവരെന്നെ വിളിക്കാറില്ല, ഞാൻ അവരെ വിളിക്കാറുമില്ല. ബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചനം നേടി. ഇപ്പൊ എനിക്ക് കൂട്ടുകാരുണ്ട്, ഈ എന്റെ കൂട്ടായ്മയിൽ പോകുന്നവർ ആയിട്ട്. അതായത് പുത്തൻകുരിശിൽ ഇവിടെ കാൽവറി ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ, എല്ലാ വിഭാഗക്കാരും ഉണ്ട് അതിനകത്ത്. യാക്കോബിറ്റ്, ഓർത്തഡോക്സ്, കാതലിക്സ്, റീത്ത്, എല്ലാ യോഗക്കാരും ദൈവത്തെ അറിയുന്ന ഒരു ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരും പഴമയെന്നെല്ലാം തിരിച്ച് ഇങ്ങനെ ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഈ സമൂഹത്തിൽ നിന്ന് അവജ്ഞ വല്ലതും ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി അവജ്ഞകളുണ്ടായിരുന്നു. അത് എല്ലാവരും എന്നെ ചിലപ്പോൾ ഈ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഒരാക്കി ചിരി. നമ്മളെ എന്റെ കൂടെ ഇരുന്ന് നീ എന്തോരം കഴിച്ചിട്ടുള്ള അവന്റെ മനസ്സിൽ വെച്ചിട്ട് നമുക്കോട്ട് ഒരു ചിരി. ഇവൻ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പെന്തക്കോസ്തിലേക്ക് പോയിന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, പലരും പള്ളിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ അവിടെ ഒന്നും ഒരു ബന്ധമില്ല. പള്ളിയിലെ ഇടവക്കാരനാണ്, അതിനുള്ള എല്ലാ പള്ളി ആവശ്യപ്പെടുന്ന എല്ലാ ഭോഗങ്ങളും നമ്മൾ കൊടുക്കും, എല്ലാം ഉണ്ടാവും. അതിനൊന്നും എനിക്ക് ഒരു എതിർപ്പോ വേറെ ഒന്നുമില്ല. പള്ളിയിലെ ചില നടപടികളൊക്കെ എനിക്ക് വളരെ എതിർപ്പായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ദിവസവും ഈ വചനം കേൾക്കുക. വചനം കഴിഞ്ഞ മാസത്തിൽ കേട്ടിട്ട് പിന്നെ പിറ്റേ മാസത്തിലല്ല കേൾക്കുന്നത്, എല്ലാ ദിവസവും കേൾക്കുക. എല്ലാ ദിവസവും 1-2 വചനങ്ങൾ കേൾക്കും. ആവറേജ് ഒരു മണിക്കൂറെങ്കിലും കേൾക്കും മിനിമം. അതെന്റെ പറമ്പിക്കട നടക്കും. ഇത് എപ്പോഴും അപ്പൊ നമ്മൾ വചനം കേൾക്കുന്ന ഒപ്പം തന്നെ ഈ വർഷം ലാദികളും അതിന് വേണ്ടിയിട്ടല്ല. അവിടെയാണല്ലോ ആ വചനം കേൾക്കുമ്പോഴാണല്ലോ അവിടെ പല ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. ഞാനിപ്പോ ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ട് അവിടെ റെസ്റ്റ് എടുക്കാൻ അവിടെ കസേര കിടപ്പുണ്ട്. ആ കസേരയിൽ ഇരുന്ന് ഞാനിത് ബാക്കി പൂർത്തീകരിച്ചിട്ട് ആ വീട്ടിലേക്ക് പോകുള്ളൂ. വീട്ടിൽ അപ്പൊ പണിക്കാരൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും. അപ്പൊ വളരെ പ്രസക്തമായ ഒരു വചനമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുന്നതിനുള്ള ആ ഒരു ഇതുണ്ട്. നീ പിന്നെ അത് അനർത്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ പൗരസ്യേട്ടന് തന്റെ ജീവിതത്തിലും തന്റെ കൃഷിയിടത്തിലും. സാദൃശ്യവാക്യങ്ങളിൽ 12-ാം അധ്യായത്തില് 11-ാം വാക്യത്തിൽ ഇതിങ്ങനെ പറയുന്നുണ്ട്, കൃഷിക്കാരൻ്റെ പോലെ സന്തോഷിക്കുന്നവൻ വേറെ ആരുമില്ല എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് എനിക്കറിയാൻ പറ്റില്ല. ആ അനുഭവം എനിക്കിപ്പോൾ അത് അനുഭവമുണ്ട്. ഇപ്പൊ ദൈവം പൂർണ്ണ മനസ്സോടെ കരുഞ്ഞെങ്കിൽ മാത്രമേ ഈ ഫലങ്ങളുണ്ടാവൂ. മനുഷ്യന് വേല ചെയ്യാവുന്നുള്ളൂ. അതെ. അപ്പൊ ദൈവം ഇത് പൊഴിഞ്ഞു പോകാൻ നോക്കിയ ഈ മത്ത കയറി കിടക്കുന്നതിന്റെ ഇടയ്ക്കും റംബുട്ടാൻ കാഴ്ച കിടക്കും. അപ്പൊ അത് ദൈവത്തിന്റെ തിരുമനസായന്റെ ഫലമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.